പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്കില്ലേ എന്റെ ഞാൻ നിങ്ങൾ ഒന്ന് വിചാരിക്കല്ലേ, നിങ്ങൾ എല്ലാ വീഡിയോ കാണുന്ന ഒരാളാണ്, നമുക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ആ രീതിക്ക് ഞാൻ പറയുന്നത് ബ്രോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എനിക്കെതിരെ ഒരു ആരോപണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നഹാറി എന്ന് തന്നെ ഞാൻ പറയും, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ അവൻ എനിക്കെതിരെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്തയില്ലാത്തനം വിളിച്ചു പറയുന്നതല്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്തിക്സ് കാണിക്കുക, ജെന്യുവനായിട്ട് വീഡിയോ ചെയ്യുക. എന്നാൽ ഈ നാറി പറഞ്ഞ ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളടുത്തുനിന്ന് ഞാൻ 50,000 രൂപ PR പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയെന്ന ആരോപണമായിരുന്നു. ഒരുപാട് പേര് എന്നെ ഇന്നലെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ എൻ്റെ കമന്റ് ബോക്സിൽ സപ്പോർട്ടായിരുന്നു. കുറച്ച് പേര് നീ വാങ്ങി കാണും എന്ന് പറഞ്ഞോളൂ. എനിക്കതൊന്നൊരു വിഷയമേ അല്ല, എനിക്കതൊന്നൊരു വിഷയമായിട്ട് തോന്നിയതുമില്ല. എന്നാൽ ഞാൻ ഇമോഷണലി ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ ബ്രേക്കായി. എനിക്ക് വിഷമം തോന്നി, എൻ്റെ കണ്ണ് നിറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 50,000 രൂപ വാങ്ങിയ നാട്ടുകാർ മുഴുവൻ എന്നെ തള്ളാക്കി വിളിച്ചതോ പള്ള വിളിച്ചതൊന്നുമല്ല. സീരിയസ്ലി ഞാൻ വാങ്ങിയിട്ടില്ലെന്ന് എനിക്കും അറിയാം, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ വാങ്ങിയിട്ടില്ലെന്ന്. വീഡിയോ പ്രചരിപ്പിച്ചില്ല ഒരു നാറി. യവന്റെ കൂടെ ഞാൻ സംസാരിക്കുന്ന ഒരു 18 മിനിറ്റുള്ള വോയിസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം, നിങ്ങളത് കേൾക്കണം. അവൻ റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത ഒരു പേക്കൂത്ത്, മറ്റൊരുത്തന്റെ ജീവിതം എടുത്തു വെച്ച് റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയത്. നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ 4 വശം അന്വേഷിച്ച് കണ്ടെത്തി സത്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ ഇവനെയൊക്കെ പോലെ റീച്ചിന് വേണ്ടിയിട്ട് വന്നിരുന്ന് ആരുടെയും എന്ത് എടുത്തിട്ടു ഉണക്കാന്നുള്ള ആ പരിപാടി നമ്മൾ ചെയ്യാറില്ല. എന്നാലും അവന്റെ വോയിസ് കൊടുക്കാം. അതിനു മുന്നേ ഞാൻ ഇമോഷണലി ഇന്നലെ ബ്രേക്ക് ആയത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ടല്ലേ. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്നലെ ഈ വിഷയം നടന്ന സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു, എന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ടായി മാറി, നല്ലൊരു ബോണ്ടിങ്ങിലുള്ള ഒരു ഫ്രണ്ടായി മാറി. അവൾ ഇന്നലെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതുപോലെ എത്തിക്സ് ഇല്ലാതെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ പൈസ വാങ്ങിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നതെന്ന്. എടാ നിനക്ക് നാണമില്ലേടാ? ഇതിനേക്കാളും നീ അന്ന് ആ ആക്സിഡന്റ് നടന്ന സമയത്ത് ചത്താ മതിയായിരുന്നു എന്നുള്ളൊരു വാക്കും പറഞ്ഞിട്ട് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വോയിസ് അയച്ച്. സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ തെറി വിളിക്കാറുണ്ട്, എന്നെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്, ആക്സിഡന്റ് ആയത് നിന്റെ കയ്യിലിരിപ്പുണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഇന്നേ ഒരു വിഷമം തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നൊരു പെണ്ണ് പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം പതറി. അത് ഇമോഷണലിയാണ് ഞാൻ പതറിയത്, അല്ലാണ്ട് ഒരിക്കലും ഒരു രീതിയിലും അല്ല. കാരണം നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നും കൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് വന്ന സമയത്ത് ഒരു തരത്തിലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനത് കേൾക്കാൻ അർഹനാണ്. പക്ഷെ ഞാൻ ഇന്നലെ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ പതറി, എൻ്റെ നാക്കിടറി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സ്റ്റക്കായിപ്പോയി. പക്ഷെ ഞാൻ മറുപടി കൊടുത്തു, ഞാൻ വാങ്ങി, ഇനിയും ഞാൻ വാങ്ങും, ഇത് ഇനിയും കിട്ടിയാൽ ഞാൻ വാങ്ങും എന്നുള്ളൊരു മറുപടിയാണ് ഞാൻ അവിടെ കൊടുത്ത് അവസാനിപ്പിച്ചത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്കായി പോയി. ഞാൻ എൻ്റെ വീഡിയോയിലും നിങ്ങൾ ആ ഇമോഷൻ കണ്ടു കാണും. നല്ലോണം ഞാൻ പതറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഇതിന് വിശ്വാസമാണെന്നൊക്കെ ഉള്ള രീതിയിൽ മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബബിത എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ സമയത്താണ് അവൾ എത്രത്തോളം എനിക്ക് ഇമോഷണലി സപ്പോർട്ട് തന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവളെ വിളിച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് എങ്ങാണ്ട് ഇട്ട സമയത്ത് ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യം സംസാരിച്ച സമയത്ത് എനിക്ക് ഇമോഷണലി ഒരുപാട് സപ്പോർട്ട് തന്നു. എനിക്കെപ്പോഴും ആവശ്യം അതുപോലത്തെ ട്രൂ ഫ്രണ്ട്സിനെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതുപോലത്തെ ഫ്രണ്ട്സ് വേണം ലൈഫിൽ വേണം. അല്ലാണ്ട് നമുക്കൊരു ആപത്തോ നമുക്കൊരു വീഴ്ച വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പോലും തിരക്കാണ്ട് നമ്മളെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒരിക്കലും നമുക്ക് നല്ലതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഓക്കെ, നമ്മുടെ സൈഡ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, വീണ്ടും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമ്മളടുത്ത് ഓപ്പണായിട്ട് ചോദിക്കാണ്ട് ഇമോഷണലി നമ്മളും തകർത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി ആ പരനാറിയുടെ വോയിസ് ഞാനൊന്ന് കൊടുക്കാം കേട്ടോ. അവനെനിക്ക് കേൾക്കാം. അവന് ഞാനും കൂടി സംസാരിച്ച കോൾ റെക്കോർഡാണ്. കേൾക്കുന്നത്. റേഞ്ചിന്റെ ചില പ്രശ്നം.
ഞാൻ ചെയ്ത കേസാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് നീ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്കില്ലേ എന്റെ നിങ്ങൾ ഒന്ന് വിചാരിക്കല്ലേ, നിങ്ങൾ എല്ലാ വീഡിയോ കാണുന്നവരാണ്. നമുക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ആ രീതിക്ക് ഞാൻ പറയുന്നത് ബ്രോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോ നിങ്ങൾക്ക് എന്റെ സ്ഥായിനോട് നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ കിട്ടി എന്ന് എന്നോട് ജസ്റ്റ് വിളിച്ച് പറയാം. ഇത് ആരും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഞാൻ പറയുന്നല്ല, അല്ല എന്റെ പൊന്നതിൽ ബ്രോ, ഞാൻ അല്ല അങ്ങനെയല്ല അതിൽ ബ്രോ, ഞാൻ അതിൽ പറയുന്നുണ്ടല്ലോ ആദ്യം. ഇത് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാൾ അയച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവനെയാണ് ആവശ്യം, നിനക്ക് അങ്ങനെ അയച്ചെങ്കിൽ എനിക്ക് അവനെയാണ് ആവശ്യം. അല്ല നിങ്ങൾക്കില്ലേ എന്റെ പെങ്ങന്മാർക്ക് എന്റെ വീട്ടുകാർക്ക് വിളിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് അങ്ങനെ ചോദിക്കാമായിരുന്നില്ലേ? നിന്നെ ഞാൻ ഇനി വിളിച്ച് അറിയിച്ചിട്ട് ഞാൻ വിളിക്കാം. എന്നെ വീണ്ടും എന്നെ ഞാൻ ചീത്ത വിളിക്കണ്ട. അല്ല അങ്ങനല്ല അല്ല അത് അല്ല എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥാനം ഞാൻ അറിയാമോ? നിന്റെ നീ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും. ഞാനാണ് നീ പൈസ വാങ്ങിയാണ് ഈ പരിപാടി ചെയ്യുന്നത്, നീ എന്റെ തന്തയ്ക്ക് നാളേക്ക് വിളിക്കൂലേ? ഞാൻ അതേ ചെയ്തോളൂ. ആ വിഷയത്തിൽ നിങ്ങളെ ഭാഗം കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അതിൽ ബ്രോ. അത് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ടില്ലേ? ഹലോ, നാളെ ഒരു വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഞാൻ ഒരു വോയിസ് കേൾപ്പിച്ച് കണ്ടല്ലോ. അതന്നെ മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഇടാം, അതായത് എനക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായി അങ്ങനെ പറഞ്ഞു ഞാനൊരു വീഡിയോ ഇടാം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിടണം, അല്ലാണ്ട് ചുമ്മാ വാലയ കോല എന്ന് പറഞ്ഞല്ല ഇടേണ്ട. കാരണം അല്ല അത് ഒരാളുടെ ഗെത്തോന്ന് എനിക്കറിയില്ല. അങ്ങനല്ല ഞാൻ നാളെ അങ്ങനെ നീ വേറെ ഒന്നും ചെയ്യണ്ട. നിനക്ക് ആരാണ് ഇൻഫർമേഷൻ തന്ന ആളെ നീ എക്സ്പ്ലെയിൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡി എന്നാണ് വന്നത്, പക്ഷെ അത് ഞാൻ ഏതെങ്കിലും ഐഡി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്ത് നീ അങ്ങ് അടിക്കോളെ. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. വീഡിയോ ചെയ്യുന്നവന്റെ രീതി അങ്ങനല്ല. അല്ല ഞാൻ പറഞ്ഞേക്ക്, ഞാൻ അയാളോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് വലിയ അടിസ്ഥാനത്തിലാണ് നീ ഈ സാധനം എടുത്ത് അടിച്ചത്. ഞാൻ മാത്രമല്ല, സമ്മർ മീഡിയ അതുകൊണ്ട് നിങ്ങൾ മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ട് അവനെ PR എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സ്വന്തം കൊച്ചിനെ കൊണ്ടാണ് അങ്ങനെ സത്യമിട്ട് അങ്ങനെ 5 പൈസ വാങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായ? അത് കുറച്ച് ദിവസമുള്ള വീഡിയോയിൽ മുന്നേ അങ്ങനെ അടിച്ച് സത്യം ഇട്ടാണ്. അങ്ങനെയാണ് നീ ഇന്ന് ഇമ്മാതിരി പച്ച അപരാധം വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ആരെയും എച്ചിൽ വാങ്ങി നക്കേട്ട കാര്യം എനിക്കില്ല, മനസ്സിലായ? നീ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത് ഇട്ടതെന്നാണ് എനിക്ക് അറിയേണ്ടത്. എടാ, എനിക്ക് എപ്പോഴും മേളിൽ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുകയാണ് മെസ്സേജുകൾ. ഇവിടെ ഏരിയയിലുള്ള ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരണം. നീ ഒറ്റ ഒരുത്തം കാണണം ഇല്ലാത്ത ഈ പച്ച അപരാധം വിളിച്ച് പറഞ്ഞത്. അല്ല അതിപ്പോ ഞാൻ നിങ്ങൾക്ക് വരുന്ന കമന്റ് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ കമന്റ് ബോക്സിൽ എന്റെ കമന്റ് ബോക്സ് നിങ്ങളെ കമന്റ് ബോക്സ് അല്ല നിങ്ങളെ കമന്റ് ബോക്സിൽ കള്ളനെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അത് കള്ളനായത് കൊണ്ടാണ് നീ അത് ഞാൻ കള്ളനെന്നല്ല പറയുന്നത്. നിങ്ങളെ കമന്റ് ബോക്സിൽ അല്ല ഞാൻ പറയുന്നത് കേൾക്ക് അതിൽ ബ്രോ. നിങ്ങളെ കമന്റ് ബോക്സിൽ തന്നെ പറയുന്നത് നിങ്ങൾ പൈസ മേടിച്ചിട്ടാണോ വീഡിയോ ഇടുന്നത് അല്ല. അപ്പൊ അതാണ് നിങ്ങളെ കമന്റ് ബോക്സിൽ തന്നെ. എടാ, എന്റെ കമന്റ് ബോക്സ് അങ്ങനെ കമന്റ് വരാനുള്ള കാരണം എന്താ? അല്ല ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പ് കുറെ വെളിവില്ലാത്തവന്മാർ വന്ന് കമന്റ് ഇടുന്ന പോലെ വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ വന്നിട്ട് കുണക്കണത് വ്യത്യാസമുണ്ട്. എപ്പോഴും ഞാൻ പറയാം, നീ പച്ച തെറി വിളിച്ച് വീഡിയോ ഇട്ടാലും ഞാൻ പോട്ട് പുല്ലെന്ന് വെക്കും. അല്ലെങ്കിൽ എന്റെ വീഡിയോകൾ എടുത്തു വെച്ചിട്ട് ഞാൻ ഇവ എന്ത് കുണ പറയണമെന്ന് പറഞ്ഞ് നീ റിയാക്ട് ചെയ്താലും എനിക്കൊരു കോപ്പുമില്ല. ഈ ഇപ്പൊ നീ കാണിച്ചിട്ടുള്ള തമ്മില്ലാത്ത പരിപാടി എന്തെങ്കിലും തെളിവ് എനിക്ക് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും തെളിവ്, സ്ക്രീൻഷോട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ലാണ്ട് എന്തോ എഴുതി ഒരു സാധനം വെച്ച് നീ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഈ സാമാനം നിനക്ക് അടിസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര പേരെടുത്ത് വെച്ച് കൊണക്കിന് എത്ര പേര് എനിക്ക് ഞാൻ തുടക്കിയ വിഷയം ഞാൻ നാളെ തീർക്കാം. പക്ഷെ അത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയേണ്ടത് നിനക്ക് ആരാണ് തന്നത്? ഒരാളാണ്, പക്ഷെ അയാളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയാവൂല. ഞാൻ ചുരുക്കി പറയാം, ഇത് കേസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബേസിക്കലി ആർക്കെതിരെയും കേസ് കൊടുത്ത് സ്റ്റേഷൻ കയറി ഇറങ്ങി നടന്ന് എനിക്ക് എന്റെ താല്പര്യമില്ല. പക്ഷെ ഇമാതിരി സാധനം ഒരിക്കലും ഒരു തെളിവില്ലാണ്ട് നീ ഇമാതിരി സാധനം അടിച്ചത് നിനക്ക് വള്ളിയാണ്. ഞാൻ കേസ് കൊടുത്തത്, എനിക്ക് എന്റെ താല്പര്യമില്ല, ഞാൻ ചെയ്യൂല. പക്ഷെ ഞാൻ ചെയ്യൂല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് കേസ് കൊടുത്തൊന്നും പോകാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ കേസ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് ആരയച്ചു തന്ന് അവരെ ഉൾപ്പെടെ നീ അവിടെ കൊണ്ടുവരേണ്ട അവസ്ഥ വരും. നീ നാറി നത്തം കിട്ടുന്ന അവസ്ഥയിൽ നീ പോവും. എനിക്ക് താല്പര്യമില്ല. പക്ഷെ നീ ഇപ്പോഴും മനസ്സിലാക്കുക,
വെറും പക്ക ഏതോ നായിൻ്റെ മോൻ്റെ മോൻ കൊണ്ട് അയച്ചു തന്ന ഫേക്ക് സാധനം വെച്ചിട്ട് നീ എനിക്കിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനലിൽ ഞാൻ പല ഓഡിയൻസിന്റെ വോയിസ് ഇട്ടിട്ടുള്ള സാധനവും നീ നിന്റെ ചാനലിൽ എടുത്തോണ്ട് പോയി അനുമോളുടെ ബന്ധുവാണ്, അനുമോളുടെ മറ്റവരാണെന്ന് പറഞ്ഞ് നീ ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറയാം, ഞാൻ എല്ലാ വീഡിയോ വാച്ച് ചെയ്യും, ഞാൻ നോക്കും, നിന്റെ വീഡിയോ നോക്കും, എല്ലാവരുടെ വീഡിയോ ഞാൻ നോക്കുന്ന സമയത്ത് നിന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. ഇവനെ എടുത്ത് ബ്രോ ഒന്ന് അലക്കെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാണെന്ന് മറ്റേ മൂഞ്ചിയ കണ്ടന്റുകൾ ഫേക്ക് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി ഉണ്ണോണ്ടാണ് നാട്ടുകാർ വിവിയെ എന്നെയും കൂടി നീ വലിച്ചിട്ട് ഒരു സാധനം നീ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കണ്ട കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഞാൻ നീ തമ്മിൽ അടിച്ചു വെച്ചിട്ട് നീ എനിക്ക് ഇട്ടുണ്ടാക്കി അടുത്ത് നീ അതിനെ ഞാൻ പറയാം. ആ കാര്യം ഞാൻ ഒന്ന് പറയാം അതിൽ ബ്രോ, അതൊന്ന് പ്ലീസ് അതൊന്ന് കേക്ക്. അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കാം. അത് നമ്മളില്ല പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കാം. എല്ലാവരും റീച്ചിനും അതിനൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, ഞാനും അതിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൊരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യണം കേട്ടാ. ബേസിക്കലി അതെങ്കിലും നീ ഒന്ന് കീപ്പ് ചെയ്യണം. ഇങ്ങനത്തെ നീ ഒരുത്തം കാരണം ഇങ്ങനെ നീ ഒരു ഫേക്ക് സാധനം അടിച്ചു വിട്ട കാരണം എത്ര പേരെന്നറിയുമോ എന്നെ തെറ്റിദ്ധരിച്ച. എടാ എനിക്ക് കിട്ടിയത് ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഞാൻ നാളെ തെളിയിക്കാം, നാളെ ഒരു വീഡിയോ ഇട്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയാം, ചെയ്ത കാര്യമാണെങ്കിൽ എനിക്ക് ഇത്രയും പൊട്ടേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഞാൻ ചെയ്തതാണ്, ഞാൻ മിണ്ടാതിരിക്കും. ഇതിപ്പോ എനിക്ക് ഏറ്റവും വിഷയം വേറൊന്നുമല്ല. എനിക്കിപ്പോ എന്നെ പലരും വന്ന് കമന്റ് ബോക്സിൽ തെറി വിളിച്ചെന്നാ എനിക്ക് എന്നെ നീ എന്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോപ്പില്ല. എനിക്ക് അങ്ങനെ പൊട്ടുന്നവനുമില്ല പൊള്ളുന്നവനുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ആന്റിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. അവരെന്നെ സംശയിക്കുന്നു, മനസ്സിലായോ? അവരെന്നെ സംശയിക്കുന്നു. എന്റെ ഫ്രണ്ട് പോലും ഞാൻ മറ്റത് മൂഞ്ചിയതാണെന്ന് പറഞ്ഞ് ഞാൻ ചത്തു പോയിരുന്നെങ്കിൽ മതിയെന്നാണ് പറയുന്നത്. നീ കേട്ടല്ലോ വോയിസ്? ഇതാണ് എന്റെ ഈ വിഷയത്തിലില്ല. അതിൽ ഞാൻ പറയാം, ഞാൻ നാളെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാത്ത രീതിയിൽ ഞാൻ വീടിടാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അത് നിങ്ങൾ റിയാക്ട് ചെയ്യണം. അത് എന്റെ വീഡിയോ എന്റെ ചാനൽ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആരും കാണൂല, എന്റെ പുതിയ ചാനലല്ലേ, ചിലപ്പോ ചില വീഡിയോസ് ആരും കാണൂല. അപ്പൊ ഞാൻ നാളെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാത്ത രീതിയിൽ ഞാൻ അതിന് അത് ഒരു ഐഡി ഞാൻ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഇതായില്ല. ഞാനൊരു കാര്യം പറയാം, മനസ്സിലായ? റിയാക്ഷൻ വീഡിയോ ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് നെഗറ്റീവ് വരും. ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത മൂഞ്ചി അലിഗേഷൻ കൊണ്ടിടാൻ നിൽക്കരുത്, മനസ്സിലായ? എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കാൻ നിൽക്കണം. നീ ഒരുത്തം കണ്ട് എന്നെ എത്ര പേരാണ് സംശയിച്ചത്? അതിപ്പം ഈ സമ്മർ മീഡിയക്ക് രാജണ്ണനോ അല്ല ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ളത്. എന്റെ പേരിലാണ് വരുന്നത്. എനിക്കാണ് ഞാൻ എങ്ങനെ അല്ലെങ്കിൽ എന്റെ നാശം കാണാൻ കുറെ എണ്ണം കാവൽ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് നീ പോക്കരത്തും തന്തയില്ലാത്ത പരിപാടി കൊണ്ട് കാണിച്ചത്. അല്ല, ഞാനിപ്പോ ഞാൻ നാളെ സെറ്റ് ആക്കാം. നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് നിങ്ങളെ ചാനലിൽ എന്ത് ഇട്ടാലും കയറുന്നുണ്ടല്ലേ, നിങ്ങൾ അതിനെ സെറ്റ് ആക്കിയല്ലേ. പിന്നില്ല ഒരു കാര്യം പറയട്ടെ അതുൽ ബ്രോ, ഹലോ നാളത്തെ വീഡിയോയിലില്ലേ ഞാൻ ഇങ്ങനെയും പറയും. ഓക്കെ, നിങ്ങൾ എന്റെ പെങ്ങന്മാർക്ക് വിളിച്ചത് എന്തോ ഒരു വീഡിയോ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പറയും. ഞാൻ ആദ്യം നിങ്ങളെ കാര്യം പറയും, ഇത് ഇങ്ങനെ എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചത് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ സെറ്റ് ആക്കും. ഓക്കെ ഹലോ പറയാം. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നിന്റെ വീട്ടുകാരെ വിളിച്ചതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എന്റെ സ്ഥാനത്ത് നിന്ന് അവസ്ഥ അല്ല എന്നെ വിമർശിക്കാം, ഞാൻ നിങ്ങളെ മാത്രം വിമർശിക്കാം. നമ്മളെ വിമർശിക്കുക ചെയ്തിട്ടുള്ള നീ എന്നെ നീ വിമർശിച്ചിട്ടുള്ള എന്റെ വീഡിയോ എടുത്ത് വെച്ച് നീ എന്നെ തായും പോവും കൂട്ടി ചീത്ത വിളിച്ചാൽ കൂടി പോട്ടുപുല്ലെന്ന് പറയാം. എന്നെ മല്ലു ഫാമിലി ചീത്ത വിളിച്ചിട്ട് ഞാൻ തിരിച്ച് വിളിച്ച് ആ ഒരു സ്പിരിറ്റിൽ വിട്ടു പോ പുല്ല്. എനിക്കതൊന്നും വിഷയമില്ല. എന്നെ ചീത്ത വിളിക്കുന്നത് ആനക്കാര്യമായിട്ട് എടുത്ത് വെച്ച് തലയെ കയറ്റി വെച്ച് വൈരാഗ്യം കയറ്റി വെക്കുന്നവനല്ല ഞാൻ ചീത്ത വിളിയും ഒരുപാട് അടിയിടി എല്ലാം കൊണ്ടിട്ടുള്ളവനും എല്ലാം കൊടുത്തിട്ട് എല്ലാം ഉള്ളത് തന്നെ. അതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ മുംബൈയിൽ ഉണ്ടാകുമ്പോഴേ ഒരു കാര്യം പറയട്ടെ പ്ലീസ്. എടാ 50,000 1 രൂപ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സാധനമാണ്. ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്ത് അവക്ക് അടക്കം ഇത് നെഗറ്റീവ് പറഞ്ഞ കേസല്ലേ നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ? അനുമോക്ക് അടക്കം ഇങ്ങനെ ഒരു സാധനം. ഈ സാധനം പിന്നെ ആരെ ബാധിക്കും? അനുമോളെ ബാധിക്കും, എന്നെ ബാധിക്കും, സമ്മറിനെ ബാധിക്കും, രാജിനെ ബാധിക്കും. വേറെ ആരെ ബാധിക്കും? അത് ബാധിക്കും. അതിപ്പോ ഓപ്പൺ ആയിട്ട് പറഞ്ഞതല്ല, അത്ര ലക്ഷം കൊടുത്തിന് ഇത്ര ലക്ഷം കൊടുത്തിരുന്നല്ല പറഞ്ഞിട്ട്. അതായത് ആവശ്യമല്ല. അതിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്ലീസ്, നിങ്ങളൊന്ന് കേൾക്കണം. ഞാനില്ലേ യൂട്യൂബ് തുടങ്ങിയ കാരണം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വീഡിയോ എല്ലാ ദിവസം ഇരുന്ന് കാണും മുംബൈയിൽ.
സത്യം പറഞ്ഞ പിന്നെ നിങ്ങളെ ഞാൻ എന്തിനടക്കുന്ന നെഗറ്റീവ് പറയുന്നത് ഇപ്പൊ ഈ കാര്യത്തിനല്ല മുമ്പ് നമ്മളൊന്ന് പെട്ടെന്ന് നിങ്ങളെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കീറും. അതുകൊണ്ടാണ് ഈ വിഷയത്തിലല്ല, ഈ വിഷയത്തിൽ വേറെ ഫേസ് വെച്ച് നീ എടാ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കണം, നീ എന്റെ വീഡിയോ എടുത്ത് ചെയ്ത് എനിക്കൊന്നുമില്ല, നീ എന്നെ തെറി വിളിച്ചോ, ഞാൻ അത് ആ സെൻസിലെടുത്ത് വിടും, ബോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടും. എടാ നീ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്റെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന സാധനമാണ് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ പൈസ വീഡിയോ ചെയ്യുന്നതെന്നുള്ള സാധനമാണ് നീ ഔട്ട് പുറത്ത് വിട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ബാധിക്കുന്നു നീ അത് ചിന്തിച്ചു നോക്ക്. എടാ ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ നീ പറ, എനിക്കൊരു ഇല്ല, ഇതിപ്പോ നീ പരിപാടിയാണ് നീ കാണിച്ചു വെച്ചിട്ടുള്ളത്. അത് നീ അത് ചിന്തിച്ച് മനസ്സിലാക്കണം, നിന്റെ തെറ്റാതെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കി. പക്ഷേ അത് കണക്കിട്ട് നെഗറ്റീവ് ബാഡ് ന്യൂസ് ആയിരുന്നു, ഫേക്ക് ന്യൂസ് ആയിരുന്നു, അത് ഞാൻ മനസ്സിലാക്കിയില്ല. നിനക്ക് ആരാണ് ഈ ന്യൂസ് തന്നത് അവനെ എക്സ്പോസ് ചെയ്യും, അവനെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്കത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, പാടുള്ള കാര്യവുമില്ല. എടാ ഇത് ലിറ്ററലി പറയും ഭയങ്കര മോശം കാര്യമാണ് കേട്ടോ. ഇത് ആരെ പറ്റിയിട്ടായാലും ഇത് വേറെ ഓരോ ആൾക്കാരെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു നിനക്ക് നീ താങ്ങൂല മോനെ. ഞാൻ ഉള്ള കാര്യം പറയാം, നീ താങ്ങൂല. ചിലവന്മാർ കയറി പൂച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്റെ അടുത്ത് സകതാവെന്ന് തോന്നി. ഇപ്പൊ ഞാനും കണ്ടന്റ് ആയിട്ടുണ്ടോ മിസ്ലീനും തമ്മിലടിക്കും, ഇപ്പോഴും അടിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇല്ലാത്ത കാര്യം കൊണ്ടൊന്നും ഇന്നേ വരെ അടിച്ചിട്ടില്ല. ഒന്നുകിൽ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവടക്കം കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൽ ബ്രോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് വിചാരിക്കല്ലേ പ്ലീസ്. നിങ്ങളെ മറ്റേ ബഷീർ ബസിന്റെ വിഷയന്റെ അത് എന്നെ പിന്നെ വിളിച്ചൊന്നുമില്ല ഇല്ലല്ലേ, പോയി തോന്നുന്നല്ലേ. മാഷാ അല്ലാഹ്, താങ്ക്. പിന്നെ അതിൽ ബ്രോ ഇത് ഞാൻ വരച്ച കേസില്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരാത്തില്ല. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്നെ കമന്റ് ബോക്സിൽ നിന്ന് ആരെങ്കിലും തെറികൾ ചെയ്യാൻ എനിക്കൊരു പുല്ലുമില്ല. എന്നെ വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ജെനുവിൻ ആണെന്ന് വിശ്വസിച്ച് എന്റെ വീഡിയോ കാണുന്ന കുറെ അമ്മമാരുണ്ടാ. ഇത്രയും കാലം സംസാരിച്ചോണ്ടിരുന്ന ആ ഒരു പെണ്ണിന് വരെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിന്റെ ഓരോ ഒറ്റ കോണത്തിലെ വീഡിയോ കാണണം. ഞാൻ നാളെ വീട് സെറ്റാക്കാം. പക്ഷെ ജീവിതത്തിൽ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല, മനസ്സിലായ ആരെയൊന്നും. സോറി അല്ലെ അതിൽ ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ചെറിയ യൂട്യൂബർ അല്ല, അപ്പൊ ചില ആൾക്കാർ നമ്മളെ ആക്ഷൻ പറ്റിക്കുന്നപ്പോ നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഒരു തെളിവില്ലാതെ നീ എന്ത് തേങ്ങയുടെ അടിച്ചത്? എടാ ഞാൻ രേണു സുധീരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വിത്ത് എവിഡൻസ് പുറത്ത് വിടാത്ത അടക്കം എവിഡൻസ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കളി കളിച്ചത്, മനസ്സിലായ? എവിഡൻസ് കാണിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഊരിപ്പോയത്. നിനക്കത് മനസ്സിലായല്ലേ? ഈ ഒരു കേസിൽ ഞാൻ കേസ് കൊടുക്കും. ഞാൻ എന്ത് ചെയ്യണോ അതിൽ ബ്രോ, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണോ ഞാൻ സോൾവ് ആവണമെങ്കിൽ നീ വീഡിയോ ഇട്, നീ നിന്റെ കാര്യം പറഞ്ഞ് വീഡിയോ ഇട്. നീ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ഞാൻ വാങ്ങിയ തെളിവുണ്ടെങ്കിൽ നീ അത് കാണിച്ച് എന്നെ അങ്ങ് എക്സ്പോസ് ചെയ്യും, ഞാൻ അങ്ങ് ഏറ്റവും. ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതില്ലേ, ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് പലരെയും കുറിച്ചിട്ട് പല ഫേക്ക് സാധനങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്, പല അതും ഒക്കെ. ഞാൻ ഒന്നും എടുക്കാറില്ല. എന്തുകൊണ്ട്? എന്ത് തെളിവില്ല, എടുക്കത്തുള്ളൂ. സായിക്ക് നീ മെസ്സേജ് അയച്ചിട്ട് നിനക്ക് ബിഗ് ബോസിൽ പോകാനുള്ള വഴി നീ ചോദിക്കുന്നു, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. സായി രാവിലെ എന്നെ വിളിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ കേസ് അറിയുന്നത്. അതിന് മുന്നേ ഗോപ്രോ മച്ചാൻ ഈ വീഡിയോ ചെയ്തു. അപ്പോഴേ എനിക്ക് 1-2 പേര് അയച്ചത്. ഞാൻ ഈ വീഡിയോ കാണുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. ഞാൻ സായി വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. കണ്ടപ്പോഴാണ് നീ ഇമ്മാതിരി അപരാധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടാ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടാ, ഇങ്ങനെ എടാ ഇത് ഞാൻ ഇപ്പം വിട്ട്. ചിലവർ ഇതുപോലത്തെ ഫേക്ക് സാധനം കൊണ്ട് അടിച്ചു കഴിഞ്ഞാലേ, നീ ഒരു തെളിവില്ല അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറുന്ന പോളും. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ, വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ എടാ എല്ലാവരും ഇതുപോലെ എടുക്കണമെന്നില്ല. ഇപ്പൊ ഞാനൊക്കെ കളിക്കണമെങ്കിൽ അമ്മാതിരി കളിയാ കളിക്കുന്നത്, തെളിവ് വെച്ചിട്ടാ കളിക്കുന്നത്, മുട്ടാൻ പറ്റൂല. ആ രീതിയിലാണ് ഞാൻ കളിക്കുന്നത്. നിങ്ങളെ വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട്, ഭയങ്കര ധൈര്യത്തിലെല്ലാം ഇതാക്കുന്ന അല്ലേ. അതല്ല അതിൽ ഒരു സംശയം, നിങ്ങൾ ഈ പ്രശ്നം ഞാൻ സോൾവ് ആക്കി ഇതാക്കാം. ഞാൻ തുടങ്ങി ഒരു ഇത് ഞാൻ ചോദിക്കാം, നമ്മ തമ്മിലല്ലേ എന്തെങ്കിലും തമ്മിൽ പ്രശ്നമുണ്ട് അതിൽ ബ്രോ? നമ്മളെ വീഡിയോയിൽ നമ്മൾ എവിഡൻസ് വെച്ചിട്ട് തമ്മിൽ എന്തെങ്കിലും പെടി അപ്പുറപ്പുറാക്കി എഴുതിയാൽ പ്രശ്നം ഉണ്ടാകുന്ന? നീ നാളത്തെ തമ്മിൽ നീ മോശമായിട്ട് എഴുതണ്ട. കാരണം നീ നീ എന്റെ ഫോട്ടോ ചെയ്തോ? നാളത്തല്ല, ഞാൻ നാളെ ഇനി ഇടുന്ന വീഡിയോസ് കാര്യം ഞാൻ പറഞ്ഞത്. നാളെ ഞാൻ എന്ത് പറയണോ? എടാ നീ ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ നിന്റെ അല്ല അങ്ങനല്ല അതിൽ ബ്രോ, ചിലപ്പോ 500 പേരായിട്ടാണോ കാണുന്നത്. അത് നിങ്ങൾ 4 എത്തിക്കാൻ എനിക്കറിയില്ല. നീ വീഡിയോ നോക്കട്ടെ. എടേ ഞാൻ സ്നേഹത്തോടെ പറയണം, ഇമ്മാതിരി പോക്കർത്തനം കാണിക്കരുത് കേട്ടാ. ഇത് വളരെ മോശം. ഞാൻ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. എടാ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് നിന്റെ വീഡിയോസ്, എടുത്ത് അലക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നില്ല.
ഇപ്പോഴും നിന്റെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്തും എടാ അവന് റീച്ച് കൊടുക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരാളെ പറയണമെങ്കിൽ പറയും. ഞാനും ഒരു സബ്സ്ക്രൈബിൽ നിന്ന് തുടങ്ങി കയറി വന്നവൻ തന്നെ. അതുകൊണ്ട് മറ്റൊരാൾക്ക് റീച്ച് കൊടുക്കണ്ട എന്നുള്ള ചിന്താഗതിയൊന്നും എനിക്കില്ല. ഞാൻ അലക്കണമെങ്കിൽ അലക്കിയിട്ടൊക്കെ പോകും. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും ഇല്ല. നമ്മളും ഒരു സബ്സ്ക്രൈബിൽ നിന്ന് കയറി വന്ന് തന്നെ പലരും നമ്മളെ എടുത്താക്കി നമ്മളും ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണത്. പക്ഷെ അതിൽ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ക്വാളിറ്റിയാണ്. ഇമാതിരി അവരതല്ല കാണിക്കേണ്ടത്. ഓക്കെ, ഞാൻ നാളെ ഒരു 10-9 മണിയാകുമ്പോൾ ഒരു വീഡിയോ നിങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇട്ടിട്ട് നീ എനിക്ക് ഇൻസ്റ്റയിൽ ലിങ്ക് അയച്ചാ സത്യസന്ധമായിട്ട് ചെയ്യടേ. അങ്ങനെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് വരാൻ നോക്ക്. ഞാൻ മേടിക്കും. എടാ ഞാൻ ഈ ലോകം കണ്ട നന്മവരോ നല്ലവനൊന്നും അല്ല. സീരിയസ്ലി പറയാം, ഞാൻ നന്മവരൊന്നും അല്ല. നീ നേരത്തെ ആക്സിഡന്റ് ആയിരിക്കണോണ്ട് എന്നുള്ള രീതിയിൽ നീ എന്നെ സംസാരിച്ചു. ഞാൻ വെറും ചെറ്റായിരുന്നു അതിന് മുന്നേ എന്ന് വെച്ചിട്ട് ആക്സിഡന്റ് കഥയൊക്കെ വിട് പോട്ട്. അതൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എടാ നമ്മൾ ആരും നല്ലവന്മാരല്ല, പക്ഷെ കാണിക്കുന്നതിൽ കുറച്ച് ജെനുവിനിറ്റി കാണിക്കും, എത്തിക്സോടെ മുന്നോട്ട് നമുക്കൊരു നമ്മളെ വിശ്വസിക്കുന്ന ഒരു ആൾക്കാരെ നമ്മൾ ജെനുവിനായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നോക്ക്. അല്ലാണ്ട് ഇല്ലാത്ത കഥ. നീ എന്നെ ചീത്ത വിളിച്ച് വീഡിയോ ഇട്ടോടാ, അതിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ കൈയടിക്കാനും ഒരുപാട് പേര് കാണും. ഒരുപാട് പേര് ഒന്ന് സപ്പോർട്ട് ചെയ്യും. അവൻ നാറിയാണ്, അവനെ നീ വിളിച്ചാൽ നന്നായെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നവർ കാണും. എനിക്കത് വിഷയമേ ഇല്ല. പക്ഷെ ഇത് നീ ചെയ്ത വീഡിയോ കാണണം. എന്നെ വിശ്വസിക്കുന്ന കുറെ പേരുണ്ടേ, അവരെയും കൂടിയാണ് ഈ സംഭവം ഇതായത്. അവർക്കും അതിലിങ്ങനെ ചെയ്യുന്നൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു ഞാൻ. മനസ്സിലായി? പിന്നില്ലേ നിങ്ങളെ നമ്പർ ഒന്ന് അയക്കണേ. എന്തെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കാം, എന്തെങ്കിലും നമ്പർ ഞാൻ നോക്കട്ടെ, ആലോചിച്ചിട്ട് അയക്കാം. നീ എന്തായാലും വീഡിയോ ആദ്യം നോക്കട്ടെ, വീഡിയോ നോക്കട്ടെ. അല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ എത്ര ബ്ലഡി വേണ്ട, നമ്മൾ എത്തുന്ന 2-3 മാസം കഴിഞ്ഞാൽ ഓക്കെ ഞാൻ നാളെ വീടാം. നീ വീഡിയോ എടാ നിനക്കും ഇല്ലടാ ആഗ്രഹങ്ങളില്ലേ, റീച്ച് ഉണ്ടാക്കണം, ബിഗ് ബോസ് പോകണമെന്ന് ആഗ്രഹം നീ പറയുന്നില്ലേ? പറഞ്ഞില്ലേ? എടാ ജെനുവിനിറ്റി കീപ്പ് ചെയ്ത് പോടാ, ജെനുവിനിറ്റി കീപ്പ് ചെയ്ത് പോ. അല്ലാതെ പോക്കറ്റ് ഉണ്ടാക്കണ്ട. എൻ്റെ അടുത്ത് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അതിലെ നീ ബിഗ് ബോസിൽ പോകണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി നാളെ എന്തെങ്കിലും വിളി വന്നു കഴിഞ്ഞാൽ അപ്പോഴും ചിന്തിക്കാന്നുള്ള മൈൻഡിലാണ് ഞാൻ പോകുന്നത്. അല്ലാണ്ട് എനിക്ക് സീരിയസ്ലി താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താ? അവൻ നല്ലവനാണ്, അവനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നീ ആ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നീ ഇപ്പം ഈ പോക്കൃതെല്ലാം കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നാളെ സെറ്റ് ആക്കാം. അതുപോലെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരാത്ത പോലെ ഞാൻ സെറ്റ് ആക്കാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ വളരെ മോശമാണ്, വളരെ മോശമാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നെ വിശ്വസിച്ച കുറച്ച് പേരില് അതിലും നിനക്ക് ഒഴിച്ചു കേൾപ്പിച്ചൊന്നല്ല, ഞാൻ ആക്ഷൻ മതിയായിരുന്നു എന്ന് പറഞ്ഞ സാധനമാണ്. നീ കേട്ടല്ലേ അവസ്ഥ? ഞാൻ നാളെ സെറ്റ് ആക്കാം അല്ലേ? ഇപ്പൊ നാളെ ഞാൻ ആ വീഡിയോ ഇട്ടാ സെറ്റ് ആവല്ലേ? ഞാൻ നിങ്ങക്ക് മെസ്സേജ് അയക്കാം വീഡിയോ എടുത്ത്. ഓക്കെ, ശരി. ഓക്കെ, കേട്ടല്ലോ. ഇതാണ് മക്കളെ നടന്ന സംഭവങ്ങൾ. അതായത് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, അവന് ഒരു തെളിവില്ല, അവന്റെ കയ്യിൽ ഒന്നുമില്ല. ഏതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് എന്തോ പോസ്റ്റ് കൊടുത്ത് അതെടുത്ത് അവൻ ഇട്ടെന്നാണ് പറയുന്നത്. ഇത് കണ്ടും കൊണ്ട് കുറെ എണ്ണം അതിനും സമ്മാനം രാജേട്ടനും പൈസ വാങ്ങിയേ. എന്തായാലും കൊള്ളാടാ. ഞാൻ വേറെ ഒരു പാഠം പഠിച്ചേട്ടെ. സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നത് നന്നായി. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ മസ്താനിയാണ് ആദ്യം ഓർത്തത്. അവളുടെ മാനസികാവസ്ഥ. ബിഗ് ബോസിൽ ആദ്യം പോയി വൈൽഡ് കാർഡായിട്ട് എൻട്രി നടത്തി ഏറിപ്പോയിട്ട് ഒരു റീ എൻട്രി നടത്തിയ സമയത്ത് മസ്താനി പറയുന്നുണ്ടായിരുന്നു, ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇട്ടിട്ട് പോയി, ആരുമില്ല ഇപ്പം, സുഹൃത്തുക്കൾ എന്ന് പറയാൻ വിരലെണ്ണാവുന്ന മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പോയി, ഒരു ആപത്ത് വന്നപ്പോൾ എല്ലാവരും പോയി എന്ന് പറഞ്ഞ് ഒരു വിഷമം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് എനിക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ട്, ഒരു 5 വർഷം മുന്നേയും ആ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഒന്നും കൂടി ആ വിഷമം എന്നെ ഓർമ്മിപ്പിച്ചു. എന്തായാലും കൂടെ ആരൊക്കെ ഉണ്ടാകും ഇല്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ബബിത എന്ന് പറയുന്ന ഒരു ഫ്രണ്ടായിരുന്നു ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു ഇമോഷണലി ബ്രേക്ക് ആയിരുന്ന സമയത്ത് വിളിച്ച് സംസാരിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചത്. വളരെ ഹാപ്പിയായി. ഓക്കെ, എന്തായാലും സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഈ നാറി വെറും റീച്ചിന് വേണ്ടിയിട്ട് വെറും പേക്കൂത്ത് കാണിച്ചതാണ്. ഇതിവൻ ആരും അയച്ചു കൊടുത്ത സാധനമൊന്നുമല്ല, അതവൻ വെറും പച്ചക്കള്ളം പറയുന്നതാണ്. ഇവൻ സാധാരണ ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയും. ആരും ഇതിനെതിരെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു വിഷയം വന്നപ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയി.
പ്രത്യേകിച്ച് ഇവന്റെ ആ വീഡിയോ എടുത്ത് പലരും ഗോപ്രോ മച്ചാനൊക്കെ വീഡിയോ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇത് റെക്കമെൻഡേഷനിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നത്. ആൾക്കാർ കാണുകയും അതിലേതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരികയും ഫേസ് ചെയ്യുകയും പിന്നെ മറുപടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയത്. എനിക്ക് പറയാനുള്ള എന്റെ പൊന്നുകൂട്ട, ഇങ്ങനെ തന്തയില്ലാത്ത പരിപാടി കാണിക്കല്ലേ. ഇത് വളരെ ചീപ്പാണ്. നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്, ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവനാണ്. അപ്പൊ നമ്മൾ അതിൻ്റെതായ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പോക്കിർത്തനവും തന്തയില്ലായ്മയും കാണിച്ചിട്ടല്ല റീച്ച് ഉണ്ടാക്കേണ്ടത്. പൈസ വേണം, റീച്ച് വേണം, ഫെയിം വേണം, എല്ലാം വേണം. പക്ഷെ അത് എത്തിക്സ് കാണിക്കും. ഒരു ക്രെഡിബിലിറ്റി ഉള്ളതിനെ നശിപ്പിക്കരുത്. നിന്നെയൊക്കെ പോലെയുള്ള നാറുകളാണ് ഈ നാടിന് ശാപമെന്ന് ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി എനിക്ക് കണ്ടപ്പോൾ തന്നെ പുച്ഛം തോന്നി. നിന്നെയൊക്കെ പോലെയുള്ള ഒരുത്തനെ ഇത് പറയാനടേ കുട്ടാ, ഇങ്ങനെ ഒരു വെള്ളരിക്ക കട്ടയായിപ്പോയി. നീ എന്താണെന്ന് നാട്ടുകാർ അറിയട്ടെ. നിന്നെയൊക്കെ പോലുള്ളവന്മാരെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്തയില്ലാത്തവരും കാണിക്കുമെന്നും ആൾക്കാർ മനസ്സിലാക്കട്ടെ. അനുമോളുടെ പി ആർ എന്നുള്ള ഒരു പേര് ഞാൻ വെട്ടിമാറ്റുന്നില്ല. ഞാൻ അനുമോളുടെ PR തന്നെയാണ്. പക്ഷെ അത് 5 പൈസ വാങ്ങിച്ചിട്ടില്ല. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുള്ളൊരു PR വർക്ക്, അത്രേ ഉള്ളൂ. അവള് അത്രയും ജെന്യൂൻ ആയതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തു. അതിൽ ഇനി മാറ്റമൊന്നുമില്ല, മാറത്തുമില്ല, അത്ര തന്നെ. എന്തായാലും PR എന്ന് പറയുന്ന പേര് അനുമോളുടെ PR ജനങ്ങളാണ്. അതിലൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതുപോലെ എനിക്ക് വേറൊരു കേസ് പറയാം. ഇങ്ങനെ ഈ 50,000 1 ലക്ഷമൊക്കെ തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വാഗ്ദാനം നടത്തി കഴിഞ്ഞാൽ എന്റെ ക്രെഡിബിലിറ്റി കളഞ്ഞുകൊണ്ട് ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുമോ ഇല്ലയോ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്യുമോ? നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിക്കും. ഇതിനേക്കാളും എമൗണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമ്പോൾ ഈ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ PR പണി ഏറ്റെടുത്തും കൊണ്ട് പൈസ വാങ്ങി നക്കിക്കൊണ്ട് എൻ്റെ ക്രെഡിബിലിറ്റി ഞാൻ നശിപ്പിക്കുമോ? പിന്നെ ഞാൻ എന്താ ഇങ്ങനെ പൈസ വാങ്ങി ഓരോരുത്തരുടെ അടിമപ്പണി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിഷ്പക്ഷമായി എനിക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും, അഭിപ്രായം പറയാൻ പറ്റും? ചിന്തിക്ക്. കൂടെ നിൽക്കുന്നവർ നിൽക്കുക, ഇല്ലാത്തവർക്ക് പോകാം. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, ഇല്ലാത്തവർക്ക് മനസ്സിലാവണ്ട. ഇതുപോലത്തെ വേട്ടവാളിയന്മാരെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. നമ്മളടുത്തോട്ട് വരേ വേണ്ട. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടെന്ന് തോന്നുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം. ബൈ.